സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുകയാണ്. ശ്രദ്ധിക്കൂ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അയ്യോ, 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 ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇങ്ങനെ നിലവിളിച്ചിരിക്കുന്നത് ഒരു കള്ളനല്ല, ഒരു വ്യഭിചാരിയല്ല, ഒരു മദ്യപാനിയല്ല. ആരാണ്? വിശുദ്ധനായി വിളിക്കപ്പെട്ടിരിക്കുന്ന പൗലോസ്. പൗലോസ് രക്ഷിക്കപ്പെട്ട സമയത്തും കർത്താവിൽ വിശ്വസിച്ച് അവൻ്റെ വേലയിൽ മുൻപോട്ട് പോകുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ജീവിതത്തിൽ വരുന്ന ജഡപ്രവൃത്തികളെ അവൻ തിരിച്ചറിഞ്ഞു. അവനിലെ ജഡം അവനെ പിൻപോട്ട് വലിക്കുന്നത് അവന് മനസ്സിലാക്കി. നോക്കൂ, നിങ്ങളെല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നു, ശരിയല്ലേ? നോക്കുക, നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ശരിയല്ലേ? നിങ്ങളെല്ലാവരും വിശുദ്ധിയോടുകൂടെ തന്നെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ശരിയാണോ അല്ലയോ? ശരിയാണോ അല്ലയോ? എന്നാൽ അങ്ങനെ ജീവിക്കുവാൻ കഴിയുന്നില്ല. സിനിമ കാണാതെ ജീവിക്കുവാൻ കഴിയുന്നില്ല. സീരിയൽ തുടങ്ങുമ്പോൾ എൻ്റെ കണ്ണുകൾ വല്ലാതെ ആകർഷിക്കപ്പെടുന്നു. മദ്യപാനം നിർത്തിയതിന് ശേഷം റോഡിൽ കൂടി പോകുമ്പോൾ അവിടെ നിന്നുള്ള വാസന വരുമ്പോൾ അത് സഹിക്കുവാൻ കഴിയുന്നില്ല. എന്താണ്? ആ പഴയ പാപങ്ങൾ എന്നെ വീണ്ടും ആകർഷിക്കുകയാണ്. കള്ളം പറയുന്നില്ല എന്ന് വിചാരിച്ചാലും കള്ളം പറയുകയാണ്. അശ്ലീല ദൃശ്യങ്ങൾ കാണില്ല എന്ന് തീരുമാനിച്ചിട്ട് പോലും അറിയാതെ അത് ഫോൺ നോക്കുമ്പോൾ അറിയാതെ അത് കണ്ടുപോവുകയാണ്. അറിയാതെ എൻ്റെ വിരലുകൾ അങ്ങോട്ട് ചലിക്കുകയാണ്. എന്താണ്? ക്ഷമിക്കണം, സഹിക്കണമെന്നൊക്കെയുള്ള പ്രസംഗം കേട്ടിട്ട് ഇനി ആരോടും വഴക്കുണ്ടാക്കില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട് കുടുംബത്തിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുകയാണ്. ഇന്ന് നിങ്ങൾ പറയാറില്ലേ, നാം ആത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളവരാണ്. നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ജഡപ്രകാരം ഉള്ളവരായിരുന്നു. അതായത് നമുക്കൊരു ശരീരമുണ്ട്. നാം ദൈവത്തിൻ്റെ ശ്വാസം അന്ന് മനുഷ്യനിലേക്ക് ഊതപ്പെട്ടപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിലുണ്ട്. ആത്മാവിൻ്റെ ആഗ്രഹം എന്താണ്? നാം നന്നായിട്ടിരിക്കണം, വിശുദ്ധിയായിരിക്കണം, ദൈവഹിതം ചെയ്യണം, പാപം ചെയ്യരുത്, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം എന്നുള്ള ദാഹമുണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ജഡത്തിൻ്റെ ഇച്ഛ എന്താണെന്ന് വെച്ചാൽ ഏതു സമയത്തും ആഹാരം വേണം, ഉറക്കം വേണം, പിന്നെന്താണ്? മടിയാണ്. മുഴങ്കാലിരിക്കാൻ ഭയങ്കര മടിയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന്. ചർച്ചിൽ വരാൻ പറഞ്ഞ അയ്യോ എനിക്ക് തലവേദന വരുന്നെന്ന് തോന്നുകയാണെന്ന് പറയുന്നു. എന്താണ്? ദൈവിക വിഷയങ്ങളിൽ വലിയ ഒരു മടിയാണ് ഈ ശരീരത്തിനുള്ളത്, വല്ലാത്ത ഒരു അലസത. ആത്മാവും ജഡവും തമ്മിൽ എപ്പോഴും പോരാട്ടമാണ് ഉള്ളത്. നാം ഇപ്പോഴും ജഡത്തിൽ തന്നെയാണ് വസിക്കുന്നത്. എന്നാൽ കർത്താവ് വരുമ്പോഴാണ് നാം തേജസ്കരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ശോധനകൾ കാണില്ല. എന്നാൽ ഇപ്പോഴും നാം മണ്ണായ ശരീരത്തിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് മണ്ണായ ശരീരം എപ്പോഴും നമ്മെ പിൻപോട്ട് പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ജഡത്തെ നാം ജയിക്കണമെങ്കിൽ ആത്മാവിൽ ശക്തിയുള്ളവരായിരിക്കണം. ആത്മാവിൽ ബലമുള്ളവരായിരിക്കണമെങ്കിൽ നാം വചനം വായിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമക്കളുമായിട്ട് കൂട്ടായ്മ അനുഷ്ഠിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് ജയിക്കുവാൻ കഴിയും. എന്നാൽ ഇന്ന് അനേകം ആളുകൾ ജഡപ്രകാരമുള്ളവരായിട്ട് ജഡത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടനെ പിന്നെ എന്താണ് കഴിക്കേണ്ടത്, എന്തു കുടിക്കും, എന്താണ് ധരിക്കേണ്ടത്, എങ്ങനെ പണമുണ്ടാക്കണം തുടങ്ങിയ ജഡത്തിന്റെ ചിന്തകൾ മാത്രമാണ് അവരെ ഭരിക്കുന്നത്. അല്ലാതെ എഴുന്നേറ്റ ഉടനെ കർത്താവേ നല്ല ദിവസത്തിനായിട്ട് നന്ദി കരയേറ്റുന്നു, ഇന്ന് ഞാൻ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്, എൻ്റെ ജോലികൾ എങ്ങനെ ചെയ്യണം, നിന്റെ ഹിതം എങ്ങനെ പ്രവർത്തിക്കണം, ഇന്ന് നിന്റെ വചനപ്രകാരം മുൻപോട്ട് പോകുവാൻ നിന്റെ കൃപ എനിക്ക് നൽകുമാറാകണമേ ദൈവമേ, നിന്റെ ശക്തി നൽകണമേ, നിന്റെ വാഗ്ദത്തം നൽകണമേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. പൗലോസ് പറയുകയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജഡം എന്നെ പിൻപോട്ട് പിടിച്ചു വലിക്കുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ആ കാലത്ത് ആരെങ്കിലും ഒരാളെ കൊന്നാൽ അതിൻ്റെ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ
മരിച്ചവന്റെ ആ ശരീരം കൊന്നവന്റെ പിറകില് ആ ശരീരം കെട്ടിവെക്കുവാനിടയാകും. അതുകൊണ്ട് ആദ്യത്തെ ദിവസം ഈ ശവം ഇവിടെ കെട്ടിവെക്കുമ്പോൾ ശവശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ടാണ് അവർ കെട്ടിവെക്കുന്നത് കൊണ്ട് കുറെ സമയത്തേക്ക് ഈ മഹാന്, ഈ കൊന്ന വ്യക്തിക്ക് സെന്റിന്റെ സുഗന്ധമൊക്കെ കിട്ടും. ആദ്യം വിചാരിക്കുന്നതൊന്നും കുഴപ്പമില്ല എന്ന്. എന്നാൽ ഒരു മനുഷ്യൻ ശവശരീരവും ചുമന്നു കൊണ്ടുപോകുന്നത് എളുപ്പമുള്ള കാര്യമെന്നാണോ? അതുപോലെ ഈ കൊന്നവന് 30-40 കിലോ ഭാരവും കൊല്ലപ്പെട്ട വ്യക്തിക്ക് ഏകദേശം 80-100 കിലോ ഭാരമുണ്ടെങ്കിൽ ഈ കൊന്നവന്റെ ഗതി എന്തായിത്തീരും? എന്താണ്? അവൻ വലിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് പോകേണ്ടി വരും. ആദ്യത്തെ 1-2 ദിവസം വലിയ കുഴപ്പം കാണില്ല. എന്നാൽ 3-ാം ദിവസം മുതൽ ശവത്തിന്റെ ദുർഗന്ധം എന്താണെന്ന് അറിയാൻ കഴിയുമോ? അറിയില്ലേ? ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ശരീരം അഴുകുമ്പോഴാണ്. മൃഗങ്ങൾക്ക് പോലും അത്രയും ദുർഗന്ധമുണ്ടാകില്ല. ചീഞ്ഞഴുകിയ ശരീരത്തിന്റെ വലിയ ദുർഗന്ധമുണ്ടാകാനിടയാകും. ഈ ദുർഗന്ധമുണ്ടാകുന്ന സമയത്ത് ഇവനിത് സഹിക്കവയ്യാതെ ഇവൻ ഓടുവാൻ തുടങ്ങും. അപ്പോൾ അവന്റെ പുറകിൽ കെട്ടിവെച്ച ശരീരം അവനൊപ്പം തന്നെ പുറകെ വരും. അവൻ ശക്തമായിട്ട് ഓടുന്ന സമയത്ത് ശവത്തിന്റെ കൈകാലുകൾ അനങ്ങും. ശവശരീരം ഇളകുന്ന സമയത്ത് ദുർഗന്ധം കൂടുതലും അവന്റെ ശരീരത്തിലേക്ക് വമിക്കുവാനിടയാകും. അവൻ സഹിക്കവയ്യാതെ ഓടുന്ന സമയത്ത് എത്ര സ്പീഡിൽ ഓടിയാലും അത്രയും സ്പീഡിൽ ഈ ശരീരം ഇവനെ പിന്തുടരും. ഇനി ആരെങ്കിലും സഹായിച്ച് അഴിച്ചുവിടുകയാണെങ്കിലോ ആ സഹായിച്ചവന്റെ പുറകിൽ 2 പേരെയും വെച്ച് കെട്ടുവാനിടയാകും. അതുകൊണ്ട് ആരും തന്നെ അതിന് മുതിരില്ല. നിന്റെ ശിക്ഷ നീ തന്നെ അനുഭവിക്കുക മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും തന്നെ അവനെ സഹായിക്കാൻ വരില്ല. എന്തുകൊണ്ടെന്നാൽ ആരെങ്കിലും സഹായിക്കാൻ വന്നാൽ ഇവരെ 2 പേരെയും കൊണ്ടുപോയി അവന്റെ പുറകിൽ വെച്ച് കെട്ടും. അതുകൊണ്ട് ആരും സഹായിക്കാൻ മുതിരുകയില്ല, ആരും മുൻപോട്ട് വരില്ല. അതുകൊണ്ട് ഇവനെന്താണ്, ഈ ദുർഗന്ധം സഹിക്കവയ്യാതെ ഈ ശവശരീരവുമായിട്ട് ഓടി 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 ദേശത്തിന് വെളിയിലേക്ക് ഓടിപ്പോയി അവസാനം അവിടെ കിടന്ന് നിലവിളിക്കും, അയ്യോ അയ്യോ, ഞാൻ എത്ര അരിഷ്ടനായ മനുഷ്യൻ! ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണമേ, ആരെങ്കിലും എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് നിലവിളിച്ചാലും തന്നെ ആരും അവനെ വിടുവിക്കില്ല. പൗലോസ് പറയുകയാണ്, നാം വിശ്വാസികൾ ആയതിനു ശേഷം നമ്മുടെ ശരീരത്തെ ഇതുപോലെ വലിച്ചുകൊണ്ടു പോവുകയാണെന്ന്. അതുകൊണ്ടാണ് ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷം ലോകത്തിന്റെ ആശകളും ശരീരത്തിന്റെ പ്രവൃത്തികളെയും ക്രൂശിക്കണമെന്ന് പറയുന്നത്. പലപ്പോഴും പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ വീണു പോകുന്നു, അറിയാതെ പാപം ചെയ്യുന്നു, എന്റെ പഴയ സ്വഭാവങ്ങൾ അറിയാതെ വരുന്നു, എന്റെ ശരീരം എന്നെ അതിലേക്ക് ആകർഷിക്കുന്നു എന്ന് അനേകം ആളുകൾ ഇന്ന് പറയുന്നുണ്ട്. നമ്മെ ആർ വിടുവിക്കും? ഒരു മനുഷ്യനും മറ്റൊരു വ്യക്തിയെ വിടുവിക്കാൻ കഴിയില്ല. ഒരു വ്യക്തി മദ്യപാനത്തിന് അടിമയായി കഴിയുമ്പോൾ ആ മദ്യപാനത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ, അയ്യോ എനിക്കിത് നിർത്തുവാൻ കഴിയുന്നില്ല, ആലോചിക്കാതെയായിരുന്നു ഈ ദുശീലത്തിന് ഞാൻ അടിമയായി മാറിയത്, ഇപ്പോഴെനിക്കത് വിടുവാൻ കഴിയുന്നില്ല, മദ്യപിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല, മദ്യപിച്ചാൽ പിന്നെ സമാധാനവും നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് കേൾക്കാം. എത്രയോ ആളുകൾ വ്യഭിചാര മോഹത്തിൽപ്പെട്ടുകൊണ്ട് പരസ്ത്രീകളുടെ പിന്നാലെ പോയി പാപം ചെയ്ത് ഇപ്പോൾ നിലവിളിക്കുകയാണ്, അയ്യോ അയ്യോ എനിക്ക് എയ്ഡ്സ് വന്നിരിക്കുന്നു, ആരാണ് എയ്ഡ്സിൽ നിന്ന് എന്നെ വിടുവിക്കുന്നത് എന്നും പറഞ്ഞ് നിലവിളിക്കുകയാണ്. പരസ്ത്രീ ഇടുക്കമുള്ള കുഴിയും വേശ്യ ആഴമേറിയ കിണറുമാണെന്ന്. ഒരു അനുജൻ പറഞ്ഞു, ബ്രദർ, എനിക്ക് 21 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. എൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടത്തെ തടുക്കാൻ കഴിയാതെ, മോഹത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു വേശ്യയുടെ അടുക്കൽ പോകാനിടയായി. അതിൻ്റെ 2ാമത്തെ ദിവസം മുതൽ തന്നെ എൻ്റെ ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടുകയും ഛർദ്ദിൽ ഉണ്ടാവുകയും ചെയ്യാനിടയായി. എനിക്ക് ഭയമുണ്ടായി, എനിക്ക് രോഗമുണ്ടായിരിക്കുന്നോ? എത്രയോ ആളുകളുമായിട്ട് ബന്ധമുള്ള ഒരു സ്ത്രീയാണ്, അവർക്കും രോഗമുണ്ടായിരിക്കാം. അയ്യോ, എൻ്റെ ജീവിതം എങ്ങനെയായിപ്പോയല്ലോ, ഒരു സമയം ഉണ്ടായ ചെറിയൊരു മോഹത്തിൻ്റെ പേരിൽ അത് നിയന്ത്രിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ഇതാ ഈ രോഗം എനിക്ക് പിടിപെടാനിടയായല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു, നിലവിളിച്ചു. അവൻ പശ്ചാത്തപിച്ചു. നീ പശ്ചാത്തപിക്കൂ, നിന്റെ ശരീരം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ കണ്ണുനീരോടുകൂടി ഒരാഴ്ച ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവിനോട് പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞു. ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഏർപ്പെടില്ല എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ തീരുമാനമെടുക്കുവാൻ പറഞ്ഞു. അതനുസരിച്ചുകൊണ്ട് ഒരാഴ്ച കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. അതിനുശേഷമായിട്ട് വീണ്ടും ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതനുസരിച്ചു ടെസ്റ്റ് ചെയ്യുവാൻ ഇടയായി. ഒരത്ഭുതം സംഭവിച്ചു. ഒരാഴ്ചക്കാലം കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതുകൊണ്ട്, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതുകൊണ്ട് അവന്റെ രക്തത്തിൽ യാതൊരുവിധമായ രോഗങ്ങളുമില്ല എന്നുള്ളതായ റിപ്പോർട്ട് ഡോക്ടർ നൽകാനിടയായി. അങ്ങനെയുള്ള പാപത്തിൽ ഏർപ്പെട്ടപ്പോൾ ആരോടും പോയി പറയാതെ ആ സഹോദരൻ ഹൈദരാബാദിൽ നിന്ന് ചെന്നൈ വരെ എൻ്റെ അടുക്കൽ വരാനിടയായി. എന്തുകൊണ്ടാണ് ആരോടും പറയാതെ ഇത്ര ദൂരം വന്നെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, എനിക്ക് ആരോടും പറയാൻ വിശ്വാസം തോന്നിയില്ല.
ആരോടെങ്കിലും ഈ കാര്യം പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് പറയാനാണ് ദൈവം എനിക്ക് ആലോചന തന്നത് എന്ന് പറഞ്ഞിട്ട് അത്രയും ദൂരം വന്നിട്ട് മദ്രാസിൽ വന്ന് ഞങ്ങളുടെ സഭയിൽ വന്നിട്ട് പറയാനിടയായി. എന്നിട്ട് പോയി. ഈ കാലത്ത് നോക്കുക, അനേകം ആളുകൾ അവരുടെ മനസ്സിലുള്ളതായ വിഷമങ്ങൾ, അവരുടെ ഹൃദയത്തിലുള്ളതായ സങ്കടങ്ങൾ, ആ ഭാരങ്ങൾ പങ്കുവയ്ക്കുവാൻ മറ്റാരും തന്നെയില്ല. അത് മറച്ചുവെക്കരുത്. ലംഘനം മറച്ചുവെക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ നന്മ ലഭിക്കും. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണ് കരുണ ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ഏറ്റുപറയുക, അവയെ ഉപേക്ഷിക്കുക. ദൈവദാസന്മാരോട് നിങ്ങളത് പങ്കുവയ്ക്കുക. മാതാപിതാക്കളെ പ്രാർത്ഥനാ മനുഷ്യരാണെങ്കിൽ അവരോട് പറയുക. അല്ലെങ്കിൽ ആത്മീയനായ ഒരു സ്നേഹിതൻ നിനക്കുണ്ടെങ്കിൽ അവനോട് പറയുക. എല്ലാത്തിലും ഉപരിയായിട്ട് ദൈവസന്നിധിയിൽ നീ വന്ന് പറയുക. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച് ദൈവത്തോട് അപേക്ഷിക്കുക. എത്ര പേരോട് നീ പറഞ്ഞാലും, എത്ര പേർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, നീ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിനക്ക് സൗഖ്യം ലഭിക്കില്ല. ഈ സ്പീക്കർ എനിക്ക് എടുക്കാൻ കഴിയില്ലെങ്കിൽ ബ്രദർ ഒന്ന് വരിക, എന്നെ ഒന്ന് സഹായിക്കുക എന്ന് പറഞ്ഞ് എടുപ്പിക്കാം. അതല്ലാതെ നീ തന്നെ എടുക്കുക, ഞാനിവിടെ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? അതുപോലെ തന്നെ പാസ്റ്റർ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക, ഞങ്ങളുടെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് സുഖമായി കിടക്കാം, പാസ്റ്റർ ഉപവസിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ 100 രൂപ അയച്ചു തരാം. അങ്ങനെയുള്ള ചില വിശ്വാസികളും ഈ കാലത്തുണ്ട്. അത് നടക്കില്ല. നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പക്ഷത്ത് നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്ന ഞങ്ങളുമുണ്ട്. അതുപോലെ കൂട്ടുവിശ്വാസികളുണ്ട്. നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. എന്നാൽ അവരുടെ പാപത്തെ വഹിക്കാൻ വയ്യാതെ, ചുമക്കാൻ വയ്യാതെ പാപം ഹൃദയത്തിനുള്ളിൽ വെച്ചുകൊണ്ട് നിരാശപ്പെട്ടു പോവുകയാണ് അനേകം ആളുകളും. അയ്യോ അയ്യോ, എന്നെ ആർ വിടുവിക്കും, എന്നെ ആർ സഹായിക്കും, ആരോട് ഞാൻ ഈ സങ്കടം പോയി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അനേകം ആളുകൾ ഇന്ന് നിലവിളിക്കുന്നുണ്ട്. അനേക ഭാര്യമാർ ഭർത്താവ് ചെയ്യുന്നതായ കഷ്ടതയും ആ ബുദ്ധിമുട്ടും സഹിക്കവയ്യാതെ ആരോട് പറയണമെന്നറിയാതെ സങ്കടപ്പെടുന്നവരുണ്ട്. നിങ്ങൾ വെറുതെ കരയുന്നതിന് പകരമായി ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി കർത്താവിനോട് ഭാരങ്ങൾ പറഞ്ഞ് കരഞ്ഞാൽ വിടുവിക്കപ്പെടും. ശാരീരികമായിട്ടുള്ളതായ ദുഃഖം മരണത്തെ വരുത്തിവെക്കുന്നു. ദൈവഹിതപ്രകാരമുള്ളതായ ദുഃഖം മാനസാന്തരത്തെ കൊണ്ടുവരുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ആകുലപ്പെടുന്നത്, ആ ആകുലതകളെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയാക്കി മാറ്റി ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ഇടയാകും. നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ എത്രയോ ഭാരമേറിയ വിഷയങ്ങൾ ഉണ്ട്. ചെയ്യുവാൻ ആഗ്രഹിക്കാത്തത് ചെയ്തു പോകുന്നു. എത്രയോ തവണ അങ്ങനെ ചെയ്യില്ല എന്ന് തീരുമാനിച്ചതാണ്, എന്നാൽ അറിയാതെ ചെയ്തു പോകുന്നു എന്ന് പറയുന്ന വ്യക്തികളെ ഈ ദിവസം കർത്താവ് വിടുവിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. പൗലോസ് പറയുകയാണ്, 15-ാം വാക്യം, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. 19-ാം വാക്യത്തിൽ, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് എനിക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല, ചെയ്യുവാൻ പാടില്ല എന്ന് വിചാരിക്കുന്നത് ചെയ്തു പോകുന്നു. പ്രാർത്ഥിക്കണമെന്നുണ്ട്, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. പാപം ചെയ്യണമെന്ന് വിചാരിക്കില്ല, എന്നാൽ അറിയാതെ ചെയ്തു പോകുന്നു. കണ്ടില്ലേ, നമ്മുടെ ശരീരത്തിൽ ഇവ രണ്ടും തമ്മിലുള്ള പോരാട്ടമാണ്. ഒരു വീട്ടിൽ ഒരു കറുത്ത നായും വെളുത്ത നായും ഉണ്ടായിരുന്നു. ആ വീട്ടുകാരിക്ക് കറുത്ത നായെ വലിയ ഇഷ്ടമാണ്. കറുത്ത നായ്ക്ക് എപ്പോഴും നല്ല ആഹാരവും അതുപോലെ മുട്ടയും മാംസവും എല്ലാം കൊടുക്കും. എന്നാൽ വെളുത്ത നായെ അവർക്ക് ഇഷ്ടമല്ല. അതിനിടയ്ക്കിടയ്ക്ക് ബാക്കി വരുന്ന കഞ്ഞി മാത്രമാണ് കൊടുക്കുന്നത്. കുറെ നാൾ കഴിയുമ്പോഴേക്കും കറുത്ത നായ എങ്ങനെയിരിക്കും, വെളുത്ത നായ എങ്ങനെയിരിക്കും? മുട്ടയും മാംസവും ഒക്കെ തിന്നതായ ആ കറുത്ത നായ തടിച്ച് കൊഴുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ വെളുത്ത നായ എങ്ങനെയിരിക്കും? ക്ഷീണിച്ച് എല്ലും കൂടായി മാറിയിരിക്കാം. ഇവ രണ്ടും കടിയുണ്ടാവുകയാണെങ്കിൽ ആരാണ് ജയിക്കുന്നത്? നമ്മുടെ ശരീരം കറുത്ത നായയാണ്, നമ്മുടെ ആത്മാവ് വെളുത്ത നായയാണ്. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ കറുത്ത നായ്ക്കാണോ വെളുത്ത നായ്ക്കാണോ ആഹാരം കൊടുക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ കറുത്ത നായ നോക്കുമ്പോൾ ആഹാ കോഫി, കറുത്ത നായ്ക്ക് കോഫി കൊടുക്കണം. പിന്നെ അതിൻ്റെ പല്ല് തേക്കുന്നതിന് വേണ്ടി ബ്രഷ് എടുക്കണം, പിന്നെ പേസ്റ്റ് എടുക്കണം, പിന്നെ അതിന് വൃത്തിയാകണം. കുളിച്ച് വൃത്തിയാകാൻ സുഗന്ധമുള്ള സോപ്പ് തന്നെ വേണം. ഈ കറുത്ത നായെ വൃത്തിയാക്കിയെടുക്കാൻ 2-3 ബക്കറ്റ് വെള്ളം ആവശ്യമാണ്. അമ്മോ, അതിന് പിന്നെ AC ആവശ്യമാണ്, പിന്നെ അതിന് പുതപ്പ് ആവശ്യമാണ്. അതുപോലെ ഈ കറുത്ത നായ്ക്ക് വാച്ച് വേണം, വള വേണം, മോതിരം വേണം. ആ കറുത്ത നായ്ക്ക് ആവശ്യമായതെല്ലാം രാവിലെ എഴുന്നേറ്റ കൈക്കും കാലിനും ശരീരത്തിന് ആവശ്യമായതെല്ലാം കൊടുക്കാനിടയാകും. എന്നാൽ എന്താണ്? വെളുത്ത നായ ആത്മാവായിട്ട് അവിടെ ഇരിക്കുകയാണ്. അത് ക്ഷീണിച്ച് അവശനായിട്ടിരിക്കുകയാണ്. ദൈവമേ യേശുവേ എന്ന് വിളിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്താണ്? പ്രാർത്ഥിക്കാനിരുന്ന 2 മിനിറ്റ് അരവറ എന്ന് പറഞ്ഞിട്ട് ആമൻ പറയും. എന്താണ്? 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കത്തില്ല. അതെന്താണ്? ഇതിന് കൊടുക്കുന്ന കഞ്ഞിയാണ്. എന്താണ്? ഒരു മാതാവ് പറഞ്ഞു, എല്ലാ ദിവസവും വചനം വായിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ആഹാരം തരില്ല എന്ന് ഒരു മാതാവ് തൻ്റെ മക്കളോട് പറഞ്ഞു.
അപ്പോൾ മക്കൾ പറഞ്ഞു ശരി മമ്മി എന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അവർക്ക് 10 ഇഡ്ഡലികൾ കഴിക്കാനിടയായി. പിന്നെ രണ്ടാമത്തെ ദിവസം മോനെ ബൈബിൾ വായിച്ചോ? ആ വായിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ 5 ദോശ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ 3-ാം ദിവസവും വന്നു. ഇവർക്ക് എന്തോ ഒരു സംശയം ചോദിച്ചിട്ട് എടാ നീ സത്യമായിട്ടും വായിച്ചോ എന്ന് പറഞ്ഞു. ആ വായിച്ചു. എങ്കിൽ എന്താണ് വായിച്ചതെന്ന് ചോദിച്ചു. ഇന്നലെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വായിച്ചു. ഇന്ന് യേശു കണ്ണുനീർ വാർത്തു എന്നാണ് വായിച്ചത്. എവിടെ നിന്നാണ് വായിച്ചത്? കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടില്ല ചെറിയ ചെറിയ വചനങ്ങൾ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുഖമിരിക്കുന്ന സമയത്ത് ഇത് നോക്കിയിട്ട് വായിച്ചിട്ട് പറയുകയാണ് ബൈബിൾ വായിച്ചു എന്ന്. എന്നാൽ രാവിലെ കഴിക്കുന്ന സമയത്ത് സമയമില്ല എന്ന് പറഞ്ഞ് ചെറിയ ഇഡ്ഡലിയുടെ പീസെടുത്ത് കഴിച്ചുകൂടെ? കഴിക്കുമ്പോൾ മാത്രം 10 ഇഡ്ഡലി വേണം, 3 ദോശയും വേണം. ഓരോ ദിവസവും 1 മുറി ഇഡ്ഡലിയും 1 മുറി ദോശയും നീ കഴിക്കുകയാണെന്ന് വെക്കുക. 2 ദിവസം കഴിഞ്ഞ് നീ എങ്ങനെയിരിക്കും? ഇങ്ങനെയിരിക്കും. വചനം മാത്രം നീ ഇത്രയ്ക്കേ ധ്യാനിക്കുകയുള്ളൂ, എന്നാൽ ആഹാരം മാത്രം ഇത്രത്തോളം കഴിക്കും. അതുകൊണ്ട് ശരീരത്തിന് ബലമുണ്ടാകും, ആത്മാവിന് ബലം കാണില്ല. അതുകൊണ്ട് ആത്മാവ് ഉള്ളിൽ നിന്ന് പറയും നീ അങ്ങനെ ചെയ്യരുത്, മദ്യം കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, ആ പാപം ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, വഴക്കുണ്ടാക്കരുത്, കള്ളം പറയരുത്. എന്നാൽ ഇതൊന്നും അവൻ അനുസരിക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ജഡത്തിന് നല്ല ബലമായിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ ആത്മാവിന് ആവശ്യമായ സമയത്തെ നാം എപ്പോഴും ജീവിതത്തിൽ കൊടുക്കണം. എല്ലാ ദിവസവും 24 മണിക്കൂറിൽ നിന്ന് ദൈവത്തിന് ദശാംശം കൊടുക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മണിക്കൂർ 40 മിനിറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മീയമായി ബലപ്പെടുവാനിടയാകും. ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് നിങ്ങൾ പിന്നെ ഇടം കൊടുക്കില്ല. പാപത്തെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ജയിക്കുവാൻ കഴിയും. പിശാച് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഓടിപ്പോകുവാനും ഇടയാകും. സാത്താനെ കാണുമ്പോൾ നമ്മളല്ല വീണു പോകേണ്ടത്. നിന്നെ കാണുന്ന സമയത്ത് സാത്താൻ വീണു പോകണം. പിശാചിനോട് എതിർത്ത് നിൽക്കുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് പറയുന്നു. അവൻ നമ്മളെ കണ്ടിട്ട് എന്താണ്? ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കണം. ആത്മീയ ജീവിതത്തിന് നാം വില കൊടുക്കേണ്ടതാണ്. അതല്ലാതെ ഞായറാഴ്ച മാത്രം ഒരു തവണ ചർച്ചിൽ പോയിട്ട് ആ ദൈവദാസൻ ആത്മാവിന് കഞ്ഞി കൊടുക്കുമ്പോൾ അത് കഴിച്ചിട്ട് ദൈവമേ കർത്താവേ അതെ തെറ്റാണ്, ഇനി ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാമെന്ന് പറയും, ആമേനെന്ന് പറയും. വീട്ടിൽ തിരിച്ചു ചെന്നാൽ പിന്നെ വീണ്ടും പഴയപടി തന്നെ. ഞായറാഴ്ച പോലും ബൈബിള് ചർച്ചിൽ കൊണ്ടുവരത്തില്ല. ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ, ഒന്നുകിൽ ദുഃഖവെള്ളിയാഴ്ചയുടെ ദിവസമോ അല്ലെങ്കിൽ ക്രിസ്തുമസിന്റെ ദിവസമോ അല്ലെങ്കിൽ വർഷാരംഭത്തിന്റെ ആദ്യത്തെ ദിവസം പുതിയ വർഷത്തിൽ പുതിയ ബൈബിൾ വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. അത് 30 വർഷം മുമ്പ് വായിച്ചതാണ്. ഇപ്പോൾ വരെയും സിബ് പോലും തുറന്നിട്ടില്ല. ബൈബിൾ മുഷിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കാതിരിക്കരുത്. ഉപയോഗിക്കുക. നിങ്ങളുടെ ബൈബിൾ എത്രത്തോളം മുഷിഞ്ഞിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് വെളുത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ബൈബിൾ എത്രത്തോളം ഉടഞ്ഞിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങളുടെ ബൈബിളിലെ പേജുകളൊക്കെ ഒട്ടിയിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു ചെന്നിട്ടില്ല എന്നാണ്. വചനം ധ്യാനിക്കുക. ദാവീദ് എന്താണ് പറഞ്ഞത്? നിന്റെ മുൻപിൽ ഞാൻ പാപം ചെയ്യാതെ ഇരിക്കേണ്ടതിന് നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ശേഖരിച്ചിരിക്കുന്നു. നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ട് എനിക്ക് പാപം ചെയ്യുവാൻ കഴിയില്ല എന്ന് പറയുന്നു. ഈ കാലത്ത് ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു, എന്നാൽ ശാരീരിക പ്രവൃത്തികളിൽ, ജഡത്തിന്റെ പ്രവൃത്തികളിൽ നമുക്ക് ജയം നേടാൻ കഴിയുന്നില്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുന്നു. എന്താണ്? ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. എന്താണ് ഇവിടെ പറയുന്നത്? ജഡത്തിന്റെ സ്വഭാവമുള്ളവർ ജഡപ്രകാരമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനെ സംബന്ധിച്ച കാര്യങ്ങൾക്കാണ് സ്ഥാനം കൊടുക്കുന്നത്. ജഡപ്രകാരമുള്ളതായ വിഷയങ്ങൾ പറയുമ്പോൾ ഈ ലോകത്തിലെ പണവും സമ്പത്തും സമ്പാദ്യവും ആഡംബരങ്ങളുമെല്ലാം ഇവയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നീ ആത്മാവിനെ സംബന്ധിച്ചുള്ള വ്യക്തിയല്ല, ജഡസ്വഭാവമുള്ള വ്യക്തിയാണ്. ആത്മസ്വഭാവമുള്ളവൻ എന്ന് പറയുകയാണെങ്കിൽ ദൈവം എനിക്ക് ഒരു ശരീരം നൽകാനിടയാകും, കർത്താവിൻ്റെ വരവിൽ ഞാൻ എടുക്കപ്പെടുവാനിടയാകും, അവനോടൊപ്പം നിത്യമായി വസിക്കും, അവിടെ ദുഃഖവും മരണവും കണ്ണുനീരും ഒന്നും തന്നെയില്ല, ദൈവത്തിനോടൊപ്പം ഞാൻ നിത്യമായി വസിക്കും, അതുകൊണ്ട് എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം, അതുകൊണ്ട് ഈ ലോകത്തിൽ ഞാൻ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കണം എന്നുള്ളതായ ചിന്തകളാൽ നീ ആത്മീയനായിട്ട് ജീവിക്കും. എന്നെ ദൈവം നടത്തുവാനിടയാകും, എൻ്റെ സകല ആവശ്യങ്ങളും അവൻ നിറവേറ്റിത്തരും. അതുകൊണ്ട് ഏത് വിഷയത്തിലും ദൈവത്തിൽ മാത്രം പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് ആത്മസ്വഭാവമുള്ളവർ പോകും. എന്നാൽ ജഡസ്വഭാവമുള്ളവരാണെങ്കിൽ മറ്റുള്ളവരെ അടിച്ച് ഉപദ്രവിച്ച് വഞ്ചന കാട്ടി എങ്ങനെയെങ്കിലും സമ്പത്ത് നേടിയെടുക്കണം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ച് അവർ മുൻപോട്ട് പോകുന്നതായിട്ട് കാണാം. 13-ാം വാക്യം വായിക്കുന്നു. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ മരിച്ചു പോകും. അതായത് ദൈവത്തിന്റെ മക്കൾ മരിക്കില്ല എന്നാണോ? എല്ലാവരും മരിക്കും. എന്നാൽ നമ്മുടെ മരണത്തിന് ശേഷം മറ്റൊരു മരണമുണ്ട്. അതെന്താണ്?
രണ്ടാമത്തെ മരണം, അതായത് അഗ്നി നരകമാണത്. ഈ ജഡസ്വഭാവമുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ വളരെ ഉഷാറായിട്ട് അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് കാണും. ഈ പ്രാർത്ഥിക്കുന്ന ആളുകൾ മാത്രമാണ് നിരാശപ്പെട്ട് ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അനുഗ്രഹീതനാണ്, എനിക്ക് അതുണ്ട് ഇതുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല വാഹനമുണ്ട്, എനിക്കൊന്നിനും ഒരു കുറവുമില്ല, എനിക്ക് ധൈര്യമുണ്ട്. അവർ മാത്രം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും ഉപവസിക്കുന്നു. എന്നാൽ ഞാൻ നന്നായിട്ട് കാണപ്പെടുന്നു, അനുഗ്രഹിക്കുന്നതിനാകുന്നു. ദൈവമക്കൾ മാത്രം വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നു. നോക്കുക, എന്നാൽ ആ ജഡസ്വഭാവം ഉള്ളവർക്ക് നാശമുണ്ട്, നിത്യമായ നരകമുണ്ട്. നമുക്കാണെങ്കിലോ ജീവനുണ്ട്, നിത്യ ജീവനുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നതായ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11:24-25. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഭർവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും അല്പകാല പാപഭോഗത്തേക്കാൾ കഷ്ടത അനുഭവിക്കുന്നതാണ് നന്ന്. മിസ്രൈമിന്റെ ധനത്തേക്കാൾ ക്രിസ്തുവിന്റെ പേരിലുള്ള നിന്ദയാണ് നല്ലത്. വിശ്വാസികളായിരിക്കുന്ന നാം സ്വർഗീയ ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഈ ലോകത്തിലെ സുഖത്തിനു വേണ്ടിയും ഈ ലോകത്തിലെ സമ്പത്തിനു വേണ്ടിയും നാം ഓടരുത്. ഈ പ്രത്യേക സമയത്ത് ചോദിക്കട്ടെ, നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരാണോ ജഡസ്വഭാവമുള്ളവരാണോ? ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണോ? ഭൗതിക വിഷയങ്ങളുടെ മേൽ നിങ്ങളുടെ മനസ്സ് വയ്ക്കരുത്. ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴാണെങ്കിലും അന്തരംഗത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആത്മബലം പ്രാപിക്കുന്നത് ദൈവത്തിന് നിങ്ങളുടെ ഹൃദയങ്ങളെ കൊടുക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും? ഞാൻ പറയട്ടെ, രാജാവ് തരുന്ന വസ്തുക്കളൊന്നും എനിക്ക് വേണ്ട. രാജാവ് എവിടെയാണോ ഞാൻ അവിടെ തന്നെ ആയിരിക്കും. ഞാൻ എങ്ങനെ ജീവിക്കും? രാജാവ് എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്? രാജകൊട്ടാരത്തിലായിരിക്കും, അന്തഃപുരത്തിൽ ആയിരിക്കും. എനിക്കൊന്നും വേണ്ട, എനിക്ക് രാജാവിൻ്റെ കൂടെ വസിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നു. അപ്പോൾ എനിക്കെന്തുണ്ട്? സകലതുമുണ്ട്. ഇന്ന് യേശുക്രിസ്തുവിനോട് എന്താണ് പറയുന്നത്? അതുതാ ഇതുതാ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എനിക്ക് അതുതാ ഇതുതാ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് പോവുകയാണ്. കർത്താവേ, നീ എൻ്റെ കൂടെ വരൂ, എൻ്റെ കൂടെ വസിക്കൂ എന്ന് പറയുന്നില്ല. ദാവീദ് പറഞ്ഞതുപോലെ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ളതൊന്നും തന്നെ എനിക്ക് ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ലോകത്തിലുള്ളതെല്ലാം എനിക്കുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് കർത്താവിനെ ആഗ്രഹിക്കാം. കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്കെല്ലാം ഉണ്ടായിരിക്കും. കഷ്ടതയും ഉണ്ടായിരിക്കും കേട്ടോ. കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ, ഒരുവൻ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് അവൻ എന്നെ അനുഗമിക്കട്ടെ. അവൻ്റെ ക്രൂശെടുക്കുകയാണെങ്കിൽ നീ എങ്ങനെ ആയിരിക്കണം? അങ്ങനെയല്ല കർത്താവെ, സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത്, ക്രൂശിൻ്റെ സമയത്ത് എനിക്ക് വരാൻ കഴിയില്ല. ഈ ദിവസം നാമും യേശുവിനോടൊപ്പം കഷ്ടത സഹിച്ചാൽ യേശുവിനോടൊപ്പം ആനന്ദിക്കുവാനും കഴിയും. ക്രൂശ് കൂടാതെ കിരീടമില്ല. ദർ ഈസ് നോ ക്രോസ് നോ ക്രൗൺ. ക്രൂശില്ല എങ്കിൽ കിരീടവുമില്ല. ഈ ദിവസം തന്നെ ഒരു തീരുമാനമെടുക്കുക, എൻ്റെ ശരീരത്തേക്കാൾ എൻ്റെ ആത്മാവിന് ഞാൻ പ്രാധാന്യം കൊടുക്കുമെന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരം മൺകൂടാരമായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായിട്ട് മാറാനിടയാകും. ശരീരത്തിന് നല്ല ആഹാരം കൊടുക്കരുത്, നല്ല വസ്ത്രം ധരിക്കരുത്, ശുദ്ധിയാക്കി വെക്കരുത് എന്ന് ദൈവം എവിടെയും പറയുന്നില്ല. മുന്നമേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ എല്ലാം നിങ്ങൾക്ക് നൽകാമെന്നാണ് അവൻ പറയുന്നത്. ഈ ലോകത്തിലെ ജോലി നമുക്ക് ചെയ്യാം, നമ്മുടെ വരുമാന മാർഗങ്ങൾ ചെയ്യാം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അതോടൊപ്പം എല്ലാത്തിലും പ്രധാനമായിട്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിന് പ്രസാദകരമായിട്ട് ഞാൻ ജീവിക്കും. ഈ ലോകത്തിൽ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ഞാൻ മുൻപോട്ട് പോകും. എൻ്റെ ശരീരത്തെ അവൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും എന്ന ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് രോഗം വന്നാൽ സൗഖ്യം ലഭിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാൽ വിടുതൽ ലഭിക്കാനിടയാകും. നിങ്ങൾക്ക് ശോധനകൾ വന്നാൽ വിജയമുണ്ടാകും. പ്രതിസന്ധികൾ വരികയാണെങ്കിൽ അവിടെ പരിഹാരമുണ്ടാകും. നിങ്ങൾ പരീക്ഷകളെ ജയിച്ചു മുൻപോട്ട് പോകും. അങ്ങനെ അവന് വേണ്ടി ജീവിക്കുവാൻ കഴിയും. ദയവ് ചെയ്ത് തലകളെ വണക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസം മുതൽ നിന്റെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായി ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക. എൻ്റെ ജീവിതത്തെ നോക്കണമേ കർത്താവേ. ഈ ലോകത്തിലുള്ളതായ കഷ്ടത എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. ഈ ദുശീലത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. ഈ അന്യ സ്ത്രീയുമായുള്ള ബന്ധത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ കഴിയുന്നില്ല. ജീവിതത്തിലെ തകർച്ചയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ കഴിയുന്നില്ല.
ഇൻ്റർനെറ്റിൽ കൂടി കാണുന്നതായ അശ്ലീല ദൃശ്യങ്ങൾ കാണാതിരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ വരുന്നതായ പരിശോധനകളെ ജയിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. കർത്താവേ, ഇതാണ് എൻ്റെ ബലഹീനത, ഇതാണ് എൻ്റെ ജീവിതത്തിലെ കുറവ്. കർത്താവിനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ഒന്ന് ദർശിക്കണമേ. കർത്താവേ, ഞങ്ങൾ എത്രയോ തവണ അയ്യോ 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 എന്ന് നിലവിളിച്ച് പലവിധമായ ദുഃഖത്താൽ വേദന അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളെ വിടുവിക്കുവാൻ ആരുമില്ല, ഞങ്ങൾക്ക് സഹായം ചെയ്യുവാൻ ആരുമില്ല, എൻ്റെ ജീവിതം എങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുകയാണപ്പാ. ഇനിയും ഞാൻ നന്നാവുകയില്ല, ഇനിയും എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അനേക തവണയും നിരാശയിലായിരിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ദർശിക്കണമേ. ഓരോരുത്തരുടെയും ഹൃദയത്തിലെ വേദനയെ നീ കാണണമേ. അവരുടെ ഹൃദയത്തിലെ ഭാരങ്ങളെ നീ അറിയുമാറാകണമേ. പാപത്താൽ ജീവിതം നശിച്ചു പോകാതെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ യേശുവിങ്കലേക്ക് നോക്കിക്കൊണ്ട് ആശ്വാസം പ്രാപിച്ചെടുക്കുവാൻ, സൗഖ്യം പ്രാപിച്ചെടുക്കുവാൻ, ശുദ്ധീകരിക്കപ്പെടുവാൻ, ജയം നേടുവാൻ സഹായിക്കുമാറാകണമേ. ജഡപ്രകാരമുള്ള സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. മരണകരമായിരിക്കുന്ന പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമാറാകണമേ. കർത്താവേ, ശാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. അപ്പാ, ഇന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ നസ്രയന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. മദ്യപാനത്തിന് അടിമയായി തീർന്നിട്ട്, ലൈംഗിക പാപത്തിന് അടിമയായി തീർന്നിട്ട്, ദുശീലങ്ങൾക്ക് ജീവിതത്തിൽ സ്ഥാനം കൊടുത്ത് ജീവിതം നശിച്ചവരായിരിക്കുന്നവരെ, അസൂയ കൊണ്ടും കോപം കൊണ്ടും നിറഞ്ഞിട്ട് പിശാചിന്റെ സ്വഭാവമുള്ള വ്യക്തികളായവരെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. വലിയ വിടുതൽ സംഭവിക്കുമാറാകട്ടെ. നല്ലൊരു ജോലിയില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ആയിട്ട് കടബാധ്യതയുണ്ടായി എന്ന് പറയുന്നവർ, വീട് വയ്ക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവർ, ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവർ, അവരെ നസ്രയന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. നിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് നീ പകരുമാറാകണമേ. അപ്പാ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.